ഈ പ്രാവശ്യം ഈദ് ഹോളിഡേ ഒരു 3-4 ദിവസം ചേർത്തുകൊണ്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് ഡോൾഫിൻ വാച്ചിനായിരുന്നു കേട്ടോ. ഡോൾഫിൻ വാച്ചിന് പോകണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ്. അപ്പോൾ ഈദായതുകൊണ്ട് തന്നെ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പോയത്. നമ്മൾ രാവിലെ 10 മണിക്കുള്ള ട്രിപ്പിനാണ് കയറിയത്. നമ്മൾ രാവിലെ 8 മണിക്ക് ബർക്കയിൽ നിന്ന് ഇറങ്ങി. ഏകദേശം 10-15 മിനിറ്റ് ഉണ്ടേ അവിടെ എത്താൻ. നല്ല തിരക്കുമുണ്ട്, ഒരുപാട് വിദേശികളാണ് കേട്ടോ തോന്നിയും വരുന്നത്. നല്ല വെയിലും ചൂടും. പക്ഷെ ബോട്ട് സവാരി അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചൂടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. ഡോൾഫിൻ വാച്ച് അത് സൂപ്പർ. നമ്മളെ കൊടുക്കുന്ന കാശിനുള്ള എർത്ത് അതിലുണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മളെ മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. സൂപ്പറായിരുന്നു. അറഞ്ചം പുറഞ്ചം ഫോട്ടോസ് എടുത്തു. കറക്റ്റ് 2 മണിക്കൂറാണ് കേട്ടോ. കറക്റ്റ് 2 മണിക്കൂറും അവർ നമ്മളെ എല്ലാം ചുറ്റി വയ്ക്കുന്നുണ്ട്. ഡോൾഫിനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല അടുത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അടിപൊളിയായിരുന്നു. പക്ഷെ ചൂടായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ഡോൾഫിൻ മുകളിലേക്ക് വരുന്നില്ല. തണുപ്പ് സമയത്താണ് ഇത് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി ചാടുന്നതൊക്കെ. അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്നില്ല. എങ്കിലും നന്നായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ ഈദ് ഹോളിഡേയ്സിൻ്റെ 2ാമത്തെ ദിവസം പോയത് ഇവിടെ ബർക്കയിൽ നിന്ന് ഒരു 15 മിനിറ്റ് മാത്രം ദൂരെയുള്ള വാദി അൽ മാവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒമാൻ്റെ ഒരു ഉൾപ്രദേശമാണ്, ഗ്രാമപ്രദേശമാണ് കേട്ടോ ഇത്. അവിടെ കൃഷിയാണ് കേട്ടോ. ഈ ഈത്തപ്പഴമൊക്കെ ഇങ്ങനെ കാച്ച് കിടക്കുന്നുണ്ട്. ഒരുപാട് കൊല കണക്ക് കാച്ച് കിടക്കുന്നുണ്ട്. പഴുത്തിട്ടില്ല. ഇതൊക്കെ വന്നിങ്ങനെ കാണാൻ പറ്റുന്നതും ഒരു ഭാഗ്യമാണ്. നമ്മളെ നാട്ടിൽ പോയണക്കാണ്. അവിടെ ചക്ക, മാങ്ങ, ആത്തിച്ചക്ക എല്ലാം, വാഴ എല്ലാം നമ്മുടെ നാട്ടിലുള്ള എല്ലാവിധ സാധനങ്ങളും അവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നല്ല ഫലഭൂഷ്ടമായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അതൊക്കെ കാണാനും ഒക്കെ ആയിട്ടൊരു വാക്ക് വേ ആണ്. അതിങ്ങനെ നടന്ന് കാണാനായിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ നടന്ന് കാണാനായിട്ടുണ്ട്. അതിനകത്ത് ചെറിയ ചെറിയ കഫേകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എൻട്രി ഫീ ഒന്നും ഇല്ല. ഇനി അത് ആക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇതായതുകൊണ്ട് തന്നെ നല്ല തിരക്കുമുണ്ട്. അതിനകത്തുള്ള ഈ ചെറിയ ചെറിയ കഫേകളിലൊക്കെ ചെറിയ റേറ്റുകൾക്കാണ് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ പഴയ കോട്ടകളും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഈദ് ഹോളിഡേയ്സിൻ്റെ 3ാമത്തെ ദിവസം നമ്മൾ പോയത് പെബിൾ ബീച്ചിലേക്കാണ് കേട്ടോ. ഈ പെബിൾ ബീച്ചിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഇതുവരെ പോകാൻ പറ്റിയില്ല. ഇവിടെ നിന്ന് ബർക്കയിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ ദൂരെയാണ് കേട്ടോ ഈ പെബിൾ ബീച്ച് വരുന്നത്, ടിവി എന്ന് പറയുന്ന സ്ഥലത്ത്. അങ്ങനെ നമ്മൾ പെബിൾ ബീച്ചിലേക്ക് പോയി. ഈ പെബിൾ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഫുള്ള് ഈ ഉരുളൻ കല്ലുകളാണ്. അവിടെ മണലിന് പകരം ഉരുളൻ കല്ലുകളാണ്. ഈ കല്ലിൽ വന്ന് ഈ തിര വന്ന് അടിച്ചിട്ട് ഈ പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയും നല്ല സൗണ്ടുമാണ് ഇത് കേൾക്കാൻ. അങ്ങനെ അധികം ഈ പിള്ളേർക്ക് ഇറങ്ങി കളിക്കാനും ഒന്നും പറ്റുന്ന ഒരു സ്ഥലമല്ല അവിടെ. അങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ കൂടി നമുക്ക് പറ്റുന്നില്ല. പക്ഷേ കാണാനും ഈ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നല്ല ഭംഗി. പെബിൾ ബീച്ച് തന്നെയാണ്. പെബിൾ കണക്ക് ഇങ്ങനെ കല്ല് കിടപ്പുണ്ട്.